ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. കടകൻ എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഹക്കീം, മീനാക്ഷി ആൻഡ് സോന. വെൽക്കം. യെസ്, അപ്പം രാവിലെ തൊട്ടുള്ള ഇരുത്താണ്, കുറച്ച് ക്ഷീണമൊക്കെ ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് സിനിമയിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് കടകൻ എന്ന് പറയുന്ന ചിത്രം? എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് എവിടെയൊക്കെ കുറച്ച് ഇടി, ഫൈറ്റ്, അങ്ങനെ കുറേ ഇമോഷൻസൊക്കെ കണക്ട് ചെയ്യുന്നൊരു പടം പോലെ ഫീൽ ചെയ്തു. അപ്പം നിങ്ങൾ തന്നെ പറയാം, എന്താണ് ഈ ചിത്രം? കടകൻ ആക്ച്വലി ഒരു പ്യുവർ എൻ്റർടൈനർ സിനിമയാണ്. ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ചേർത്തിണക്കിയ ഒരു പടമാണ്. കടകൻ ഒരു ഫാമിലി ഇമോഷണൽ ഡ്രാമ ആക്ഷൻ പാക്ഡ് സിനിമയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ജോണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് എൻ്റെ ജോണറായിട്ട് വരിക. പിന്നെ അത്യാവശ്യം സ്റ്റൈലായിട്ട് തന്നെ ഒരു മിഡിൽ ക്ലാസ് ആവറേജ് ഫാമിലിയിൽ നടക്കുന്ന കഥയും അദ്ദേഹത്തിന് ചുറ്റിപ്പറ്റി നടക്കുന്ന വേറെ കുറേ കഥാപാത്രങ്ങളൊക്കെയാണ് ഇതിനകത്ത് പരിപാടി. കടകൻ എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം നമ്മൾ കളരിയിലൊക്കെ യൂസ് ചെയ്യുന്ന അവസാനത്തെ അടവ് ഉപയോഗിക്കുന്ന ആളെയാണ് കടകൻ എന്ന് പറയുക. കടകം, പൂഴിക്കടകം, മറുകടകം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു വേറൊരു വേഷം. പക്ഷേ ഇത് കളരിയായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ഉപയോഗിക്കുന്ന അതായത് സ്വന്തം കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകുന്ന ഒരു ആൾ എന്നുള്ള രീതിയിലാണ് പടത്തിൻ്റെ മൂഡ്. കടകൻ ഈ പടത്തിൽ നമ്മൾ റിവീൽ ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്. അത് നമ്മൾ പടം കാണുമ്പോൾ മനസ്സിലാവും. അപ്പം എന്താണ് കഥാപാത്രത്തിന്റെ പേരെന്താ? എൻ്റെ കഥാപാത്രത്തിന്റെ പേര് സുൽഫി. ഓക്കെ. അപ്പം ഹലോ, അവർ തമ്മിൽ എന്തൊക്കെയോ ഡിസ്കഷൻ. ഇനി നിങ്ങളിലേക്ക് രണ്ടുപേർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മീനാക്ഷി ഒരു ആങ്കറായിട്ടാണ് ഞങ്ങൾ എല്ലാവരും പരിചയപ്പെട്ടത്. അപ്പം ഞാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ആങ്കർ തന്നെയാണ്. കാരണം ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു അവതരണമാണ് അല്ലേ? ചളി പറയാനാണെങ്കിലും എന്തിനാണെങ്കിലും ഒരു സ്വാഭാവികതയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആക്ടിങ്ങിലേക്ക് വരികയാണ്. ഇപ്പം 2-3 പടങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ വീണ്ടും ഇതിലേക്ക് വരികയാണ്. സോ ഈ ചിത്രത്തിലെ കഥാപാത്രത്തിൻ്റെ പേരെന്താണ്? എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ആദ്യത്തെ അപ്രിസിയേഷന്. എൻ്റെ ഇതിനകത്തെ ക്യാരക്ടറിൻ്റെ പേര് ഷാഹിന എന്നാണ്. ഇതിൽ ഞാനൊരു ചെറിയൊരു ക്യാരക്ടറാണ് ഇതിൽ ചെയ്തേക്കുന്നത്. ഹക്കീമൻ ഞങ്ങളെല്ലാവരും ഒരു കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു പാർട്ടിയുടെ നേതാവാണ് ഞാൻ. ഈ സിനിമയിലേക്ക് വന്ന് എന്നെ ഒരു കഴിഞ്ഞ വർഷം ഒരു ഏപ്രിൽ മെയ് ഒക്കെ സമയത്താണ് എനിക്ക് പ്രൊഡക്ഷനിൽ നിന്ന് ഇങ്ങനെ കോൾ വരുന്നത്, ഇന്ന പോലെ ഒരു സിനിമയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പറഞ്ഞാൽ ചെറിയൊരു ക്യാരക്ടറാണ്. അപ്പം എനിക്ക് ബേസിക്കലി ചെറിയ ക്യാരക്ടറാണെങ്കിലും പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടറായാൽ മതി എന്നാണ് ഞാനെപ്പോഴും എടുക്കാറ്, അങ്ങനെയാണ്. അപ്പോൾ പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടറാണെന്ന് തോന്നി, അതിലെന്തെങ്കിലും ഉള്ളൊരു ക്യാരക്ടറാണെന്ന് തോന്നി, അങ്ങനെ കമ്മിറ്റ് ചെയ്തു. ഓക്കെ. അപ്പം സോണ, എനിക്ക് തോന്നുന്നു നമ്മൾ ആ പാട്ട്, രണ്ടാമത് ഇറങ്ങിയ പാട്ടിൽ കുറച്ച് കലിപ്പായിട്ടുള്ള ഒരു കാമുകൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പാട്ടിൽ ഞങ്ങൾ ഇടയ്ക്ക് കണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ പടത്തിലെ കലിപ്പൻ്റെ കാന്താരിയാണോ? എന്താണ് സംഭവം? കുറച്ച് മച്യൂർ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. കാമുവിന് അഡ്വൈസ് ഒക്കെ കൊടുക്കുന്നത്. അത് എത്രമാത്രം കേൾക്കും നിങ്ങൾ മൂവി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മച്യൂറായിട്ടൊരു ബിലോ ആവറേജ് ഫാമിലിയിൽ നിന്ന് വരുന്ന, മാക്സിമം എന്താ പറയുക, നല്ല ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ നോക്കുന്ന ഒരു കുട്ടി. അപ്പോൾ ആ കാമുകൻ കുറച്ച് റഫ് ആൻഡ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അതെ, ഒരു തോന്നിവാസിയായ കാമുകനാണോ? തോന്നിവാസിയായ, തലതെറിച്ച, എല്ലാം ഉണ്ട്, എല്ലാം കൂടിയുള്ളൊരു അതിന്റെ ഒരു എക്സ്പ്രഷനാണ് കണ്ടിട്ടുള്ളത്.